ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ക്ലയൻസൊക്കെ റെഡിയായി നിന്നിട്ടുണ്ട് മേഘയുടെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കുകയാണ്. ഹായ് മേഘ, ഹായ്, ഇരിക്കോ. സിദ്ധു പറയാണ് ഇരിക്കോ. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ചന്ദ്രിക വന്നില്ലേ? ചന്ദ്രികയോ? അവളുടെ സീറ്റിലില്ലല്ലോ. അവിടെ ഇല്ലെന്നോ? സിദ്ധു അപ്പോൾ തന്നെ ഫോണെടുത്ത് വിളിക്കുകയാണ് ചന്ദ്രികയെ. അപ്പോൾ മറുപടി കിട്ടുന്നത്, താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നാണ്. മേഘ ചോദിക്കുകയാണ്, എന്ത് പറ്റി സിദ്ധു? ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് പറയുന്നു. മേഘ സങ്കടത്തോടെ സിദ്ധുവിനെ നോക്കുകയാണ്. മേഘ എടുത്തു വെച്ച ഒരു പണിയാണല്ലോ. ചന്ദ്രികയെ മനഃപൂർവ്വം ഒഴിവാക്കുക എന്നായിരുന്നു മേഘയുടെ ഒരേ ഒരു ചിന്ത. അപ്പോൾ അങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ട് ചന്ദ്രികയെ പുറത്തേക്ക് വിട്ടിട്ടാണുള്ളത്. ചന്ദ്രിക സ്കൂളിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളിലെത്താൻ വേണ്ടിയിട്ട് അവൾ ധൃതി പിടിച്ച് ഓട്ടോക്കാരോട് പറയാണ്, ഒന്ന് വേഗം പോച്ചേട്ടാ, ഒന്ന് വേഗം പോച്ചേട്ടാ എന്ന് പറയാണ്. ഇത് ഞാൻ തയ്യാറാക്കിയ ഡിസൈൻസ് ഉണ്ട്, അത് ക്ലയൻസിന് നീ പ്രസൻറ്റ് ചെയ്യുന്നോ അതോ ഞാൻ പ്രസൻറ്റ് ചെയ്യണോ? ഇറ്റ്സ് ഓക്കെ, നീ തന്നെ പ്രസൻറ്റ് ചെയ്യും. മേഘ അതൊക്കെ സിസ്റ്റത്തിലിട്ടിട്ട് മേഘ അവൾ തയ്യാറാക്കിയ ഡിസൈൻസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അഭിപ്രായങ്ങളും മേഘ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മേഘ ഓരോരോ ഡിസൈൻസും ക്ലയൻസിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ക്ലയൻസ് കൈമലർത്തുകയാണ്. അതായത് എന്താ ഇത് എന്നുള്ളൊരു അഭിപ്രായമാണ് അവരിൽ നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ മേഘ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തു. എന്നിട്ട് ചോദിക്കുകയാണ്, സാർ ഞാൻ പ്രസൻറ്റ് ചെയ്ത ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ട്? ക്ലയൻസ് 3 പേരും സ്വയം അവർ തന്നെ ഡിസ്കസ് ചെയ്യുകയാണ്. ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത ഒരു ഡിസൈൻസും ഞങ്ങൾക്ക് ഇമ്പ്രസീവായി തോന്നിയില്ല. വളരെ ഓൾഡ് പാറ്റേണായിട്ടാണ് തോന്നിയത്. അവരുടെ മറുപടി കേട്ട് മേഘ വല്ലാതെയായി. അതുപോലെ തന്നെ സിദ്ധും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ചന്ദ്രിക എത്തിയതും ഇല്ലല്ലോ. അപ്പോൾ ക്ലയൻസ് ചോദിക്കുകയാണ്, സിദ്ധാർത്ഥ് വേറെ ഏതെങ്കിലും ഡിസൈൻസ് ഉണ്ടോ? ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ? ഇവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ചന്ദ്രിക വേറെ ഒരു ഡിസൈൻസ് കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ അവരുടെ ഡിസൈൻസ് ഇതിനു മുമ്പ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സാർ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ചന്ദ്രിക വന്നോ എന്ന് നോക്കിയിട്ട് വരാം. വേഗം വരാൻ പറയൂ, ഞങ്ങൾക്ക് വേറെ പോകാനുണ്ട്. വേറൊരു മീറ്റിംഗ്സ് കൂടിയുണ്ട്. വേഗം വരാം സാർ, ഐ വിൽ കം. സിദ്ധു ഓടി വന്ന് ചന്ദ്രിക ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ കാണാനില്ല. ഇതാ സാർ, ചന്ദ്രിക എവിടെ? അറിയില്ല സാർ, പുറത്തെവിടെയോ പോയെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല സാർ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം, ഇയാൾ വർക്ക് ചെയ്തു. ഓക്കെ സാർ. ഇന്ന് ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇവളിതെവിടെ പോയി? ചന്ദ്രിക പിന്നെ സ്കൂളിലെത്തി. എന്നിട്ട് പറയാണ്, ഇവിടെ മതി, നിർത്തണേ എന്ന് പറയാണ് ഓട്ടോക്കാരനോട്. ഓട്ടോ ഒന്ന് ഇറങ്ങി ഓടിയിട്ട് അവൾ അവിടെയുള്ള ചേട്ടനെ വിളിക്കുകയാണ്. ചേട്ടാ, സെക്യൂരിറ്റി ചേട്ടാ. എന്താ മാഡം? എന്താ ചന്ദ്രികയെ, എന്താ പറ്റിയേ? ചേട്ടാ, അത് സ്കൂളിലെന്തോ ഫയർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു. എന്താ ചേട്ടാ പറ്റിയത്? ഫയർ ആക്സിഡൻറ്റോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സെക്യൂരിറ്റി പറയാണ്, ഇങ്ങനെയൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ ഓഫീസിൽ പറഞ്ഞു. അങ്ങനെ അത് വേറെ ഏതെങ്കിലും സ്കൂളിൽ നടന്നായിരിക്കും. നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാനാണ് സാധ്യത. വേറെ ഏതോ സ്കൂളിൽ നടന്നത് മേഘ തെറ്റായിട്ട് കേട്ടതാണെന്ന് തോന്നുന്നു. ശരി ചേട്ടാ, ഞാൻ പോവാണേ. ശരി എന്നാൽ. ചന്ദ്രിക ആ ഓട്ടോയിൽ തന്നെ കയറി തിരിച്ചു പോവാണ്. ചന്ദ്രിക ആ ഓട്ടോയിൽ നിന്ന് ചിന്തിക്കുകയാണ്, ഇന്ന് ക്ലയൻറ്റിന് ഡിസൈൻസൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. സിദ്ധാർത്ഥ് സാർ പറഞ്ഞിരുന്നതാണല്ലോ. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വരികയും ചെയ്തു. എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്താ ഇപ്പോൾ ചെയ്യുക? ഇതോ വീണ്ടും ക്ലയൻസിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ. അപ്പോൾ ക്ലയൻസ് പറയാണ്, വീണ്ടും സമയം ഒരുപാട് താമസിക്കുകയാണ്. അപ്പോൾ മേഘ എണീറ്റിട്ട് ചോദിക്കുകയാണ്, എന്താ സിദ്ധു, ചന്ദ്രിക സീറ്റിലില്ലേ? സാർ, സോറി സാർ, ചന്ദ്രിക പുറത്തെവിടെയോ പോയിരിക്കുക. ഒരു 10 മിനിറ്റ് ടൈം തരികയാണെങ്കിൽ. സോറി സിദ്ധാർത്ഥ്, നിങ്ങൾക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ ഇറങ്ങുവാണ്. സാർ, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും. ചന്ദ്രിക ഇപ്പം ഇങ്ങെത്തും സാർ. സാർ ഒരു 5 മിനിറ്റ് സാർ, പ്ലീസ്. ചന്ദ്രിക ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ. അവരൊക്കെ പോയി ഇറങ്ങി. അപ്പോൾ മേഘ സിദ്ധുവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, സിദ്ധു, ഇങ്ങനെ ചന്ദ്രികയെ പോലെയുള്ളവരെ വിശ്വസിക്കുന്നത് അപകടമാണ്. ഇങ്ങനെയാണ് അവസാന നിമിഷം ഉണ്ടാകുന്നത്. അവർ പറ്റിച്ചിട്ട് പോകും. നീയെങ്കിലും ആരെയൊക്കെ എവിടെയൊക്കെ ഇരുത്തണമെന്ന് നീ ചിന്തിച്ചിട്ട് തീരുമാനിക്കേ. സിദ്ധു വീണ്ടും ഓടുകയാണ്. സാർ നിൽക്ക് സാർ, പ്ലീസ് സാർ, ഒരു 5 മിനിറ്റ് സാർ. ഇല്ല സിദ്ധാർത്ഥ്, സാർ പ്ലീസ് സാർ, ഞങ്ങൾക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നിൽക്കാനേ പറ്റില്ല.
സാർ പ്ലീസ് സാർ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. സാർ പ്ലീസ് സാർ ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യൂ സാർ. അവർ വെയിറ്റ് ചെയ്യാതെ പോയി സിദ്ധു വല്ലാതെയായി. അപ്പോഴേക്കും ചന്ദ്രികയുടെ ഓട്ടോ വന്നവിടെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ട് ചന്ദ്രിക ഓടി ഇറങ്ങിയിട്ട് പോവാണ്. ചേട്ടാ എന്ന് പറഞ്ഞ് പൈസയും കൊടുത്തിട്ട് ചന്ദ്രിക ഓടുകയാണ് അകത്തേക്ക്. സാർ എന്ന് വിളിച്ച് ചന്ദ്രിക വരികയാണ് സിദ്ധുവിൻ്റെ അടുത്തേക്ക്. ചന്ദ്രികയെ നീ എവിടെയായിരുന്നു ഇത്രയും നേരം? അപ്പോഴേക്കും മേഘ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുകയാണ്. ഇത്ര പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് എത്തിയോ? ഇന്ന് ഞാൻ ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ പോകേണ്ടി വന്നു സാർ. അതാ പറ്റിയത് സാർ. ഇതെന്താ ചന്ദ്രിക ഇത്ര പെട്ടെന്ന് വന്നത് എന്ന് പറഞ്ഞ് അവൾ ഒരല്പം മാറി നിൽക്കുകയാണ്. ശരി, നീ വരച്ചു വെച്ച ഡിസൈൻസൊക്കെ എവിടെ ഇരിക്കുന്നേ? ടേബിളിൽ തന്നെ അതിൻ്റെ മേശവലിപ്പിൽ ഉണ്ട് സാർ. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വാ. ഞാൻ എടുക്കാം സാർ. എന്നാൽ ഞാൻ പോയി അവരെ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് വരാം. അപ്പോഴേക്കും സിദ്ധു അവരുടെ മുന്നിൽ പോയി പെട്ടു. എന്നിട്ട് പറയാണ്, സാർ ഒരു 1 മിനിറ്റ് സാർ, പ്ലീസ് 1 മിനിറ്റ്. ചന്ദ്രിക എത്തിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ചന്ദ്രിക വരച്ച ഡിസൈൻസ് എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യായിരുന്നു സാർ. പ്ലീസ്. ശരി, ഓക്കെ, വരൂ. താങ്ക് യു സാർ. സാർ വരൂ. വരുന്നു ഞാൻ. സാർ പ്ലീസ് സാർ അകത്തേക്ക് വരൂ. ഇതാ സാർ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. സാർ സിദ്ധു പറയാണ്, വെയിറ്റ് ചെയ്യൂ. സിദ്ധുവിന് അതെല്ലാം സിസ്റ്റത്തിലിട്ട് അവർക്ക് കാണിക്കുകയാണ്. പിന്നെ വല്ലാതെയായി. കാര്യം ചന്ദ്രികയുടെ ഡിസൈൻസ് എന്തായാലും നന്നായിരിക്കുമല്ലോ. ഡിസൈൻസൊക്കെ സിദ്ധു കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ സിദ്ധു അതിൻ്റെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ പറയുന്നുണ്ട്. ഡിസൈൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അത് കണ്ട് സിദ്ധു നല്ല രീതിയിൽ സന്തോഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ സാർ. നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത ഡിസൈൻസിൽ പ്രത്യേകിച്ച് 4 ഡിസൈൻസ് വളരെ എക്സലൻ്റ് ആയിട്ടുണ്ട് സിദ്ധാർത്ഥ്. അത് ഞങ്ങൾ അപ്രൂവൽ ചെയ്യുന്നു. നിങ്ങൾ ആ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് മെയിൽ ചെയ്യും. ഷുവർ സാർ, തീർച്ചയായും ചെയ്യാം. ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് നൽകാം. ഓൾ ദി ബെസ്റ്റ് സാർ. സിദ്ധാർത്ഥ്, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. സാർ താങ്ക് യു സോ മച്ച്. ഓരോരുത്തർക്കും കൈ കൊടുക്കുകയാണ്. നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. സാർ എന്തായി സാർ? എന്താ അവർ പറഞ്ഞത്? ചന്ദ്രികയെ നീ വരച്ചതിൽ 4 ഡിസൈൻസ് ക്ലയൻസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രൊജക്ട്സ് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ വിഷ് ചെയ്തിട്ട് പോയിരിക്കുക. ശരിക്കും സാർ? അതെ ചന്ദ്രികയെ. കൺഗ്രാജുലേഷൻസ് ചന്ദ്രികയെ. താങ്ക് യു സാർ. ഇപ്പോഴാണ് സാർ എനിക്ക് സന്തോഷമായത്. ചന്ദ്രികയെ ഇതറിഞ്ഞാൽ അങ്കിളും ഒരുപാട് സന്തോഷിക്കും. എന്നാൽ ഞാൻ അങ്കിളിനെ വിളിച്ച് കാര്യം പറയട്ടെ. നീ ചെല്ല്. താങ്ക് യു സാർ. സാർ ചെല്ല്. ഈ സന്തോഷ വാർത്ത ആദ്യം വിളിച്ചറിയിക്കേണ്ടത് അങ്കിളിനെയാണ്. അത് തന്നെ അങ്കിളിനോട് പറയണം. സിദ്ധു ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അങ്കിളിനെ വിളിക്കുകയാണ്. ഏട്ടാ, ഇതാ ഒരു കോള് വരുന്നുണ്ട്. സിദ്ധു എന്ന് തോന്നുന്നു. പറയ് സിദ്ധു. അങ്കിൾ, ഒരു ഗുഡ് ന്യൂസ്. എന്താ കാര്യം? പറഞ്ഞോളൂ. MGM കമ്പനീസ് ഉണ്ടല്ലോ, അവരുടെ പുതിയ പ്രൊജക്റ്റിന് നമ്മൾ കൊടുത്ത ഡിസൈൻസിന് അപ്രൂവൽ തന്നു അങ്കിൾ. വാവ്, സൂപ്പർ സിദ്ധാർത്ഥ്. കൺഗ്രാറ്റ്സ് അങ്കിളെ. കൺഗ്രാജുലേഷൻസ് നമ്മളെ ചന്ദ്രികയോടാണ് പറയേണ്ടത്. എന്താണെന്നറിയോ, ഇത് അപ്രൂവൽ ആകാൻ കാരണം തന്നെ ചന്ദ്രികയുടെ ഡിസൈൻസാണ്. അതെയോ? അതെ അങ്കിളെ. മേഘയും ചന്ദ്രികയും വരച്ച ഡിസൈൻസ് ഉണ്ടല്ലോ, അവർ 2 പേരും വരച്ച ഡിസൈൻസ് കൊണ്ടുവന്ന് ക്ലയൻസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അതിൽ ചന്ദ്രികയുടെ ഡിസൈൻസാണ് അപ്രൂവൽ ആയത്. വളരെ വളരെ സന്തോഷമുണ്ട് മോനെ. അവൾക്ക് എൻ്റെ വിഷസ് അറിയിച്ചേക്ക്. ശരി അങ്കിളെ. ഉണ്ടോ ലക്ഷ്മി? എന്താ ഏട്ടാ? മേഘയും ചന്ദ്രികയും ഓരോ ഡിസൈൻസ് വർക്ക് ചെയ്ത് ക്ലയൻസിന് കൊടുത്തു. അതിൽ ചന്ദ്രികയുടെ ഡിസൈൻസാണ് അപ്രൂവൽ ആയത്. കൊള്ളാലോ. ജോലിക്ക് ചേർന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ചന്ദ്രിക ഇത്രയും ഇമ്പ്രൂവ് ആയെങ്കിൽ അത് വലിയ കാര്യം തന്നെ ഏട്ടാ. അതെ ലക്ഷ്മി. ചന്ദ്രിക ആരുടെ മോളാ? എൻ്റെ മോളല്ലേ. അത് അങ്ങനെയേ വരൂ. എന്താണെന്നറിയില്ല, മേഘ ഇത്രയും കാലമായിട്ട് നമ്മുടെ കമ്പനിയിൽ ഉണ്ട്. പക്ഷേ പറയത്തക്ക രീതിയിൽ ഒന്നും ചെയ്തിട്ടുമില്ല. എന്ന് വെച്ച് ഏട്ടൻ മേഘയെ കുറച്ച് കാണരുത്. മേഘ ഒരു രീതിയിലും ചന്ദ്രികയേക്കാൾ കുറഞ്ഞതും അല്ല. ചന്ദ്രികയ്ക്കുള്ള എല്ലാ ഗുണങ്ങളും മേഘയ്ക്കും ഉണ്ട്. അതെ മഹേന്ദ്ര സാർ പറയാം. അവളെ നീ മാത്രമേ ഇങ്ങനെയൊക്കെ പറയൂ. ഇങ്ങോട്ട് നോക്ക് ഏട്ടാ. ചന്ദ്രിക മാത്രമല്ല നമ്മുടെ മോള്, മേഘയും നമ്മുടെ മോളാ. ഒരിടത്തും മേഘയെ താഴ്ത്തി സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏട്ടാ. ശരി ലക്ഷ്മി. ഇനി മേഘയെക്കുറിച്ച് നിന്നോടൊന്നും സംസാരിക്കുന്നില്ല. പോരെ? ഓക്കെ.
മേഘ അവരുടെ സീറ്റിൽ പോയിരിക്കുകയാണ്. അവിടെ സിദ്ധു വരികയാണ്. മേഘ, ചന്ദ്രികയുടെ ഡിസൈൻസ് ക്ലയൻസ് അപ്രൂവൽ ചെയ്തു, അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിരുന്നില്ല. സിദ്ധു പറഞ്ഞപ്പോൾ മേഘ ഞെട്ടുകയാണ്. എന്തായി പറയുന്ന സിദ്ധാർത്ഥ്? അതേ മേഘ, അവർ എന്ത് പറയും എന്നറിയാതെ ഞാനും പേടിച്ചിരിക്കുകയായിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല, ഈ പ്രൊജക്റ്റ് നമ്മുടെ കമ്പനിക്ക് തന്നെ തന്നു. സിദ്ധു ഒരു കളിയാക്കുന്ന രീതിയിൽ മേഘയെ തന്നെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് സിദ്ധു പറയാണ്, പറഞ്ഞതുപോലെ മേഘയും ചന്ദ്രികയുമുള്ള മത്സരത്തിൽ ചന്ദ്രിക ജയിച്ചു അല്ലേ? ആ സിദ്ധു അവിടെ നിന്ന് പോയി. അയ്യോ അയ്യോ. പിന്നെ സിദ്ധു എല്ലാവരും വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ട് പറയാണ്, ഹലോ ഗെയ്സ്, എല്ലാവരും ഒന്നിങ്ങോട്ട് വരൂ. എല്ലാവരും പോയി സിദ്ധു വിളിച്ചെടുത്ത് എന്നിട്ട് സിദ്ധു പറയാണ്, അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യം ചന്ദ്രികയ്ക്ക് വലിയൊരു കയ്യടി കൊടുക്ക്. മുംബൈ ക്ലയൻസ് ചന്ദ്രികയുടെ ഡിസൈൻസ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ചന്ദ്രികയ്ക്കും അത് കേട്ട് സന്തോഷമായി. വീണ്ടും സിദ്ധു പറയാണ്, ഇത് ഈ വർഷം നമുക്ക് കിട്ടിയ ബെസ്റ്റ് പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്ട്സിൻ്റെ മുഴുവൻ ഡിസൈൻസും ചന്ദ്രികയാണ് ചെയ്യാൻ പോകുന്നത്. ചന്ദ്രിക, വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ക്യാരി ഓൺ. സിദ്ധു ചന്ദ്രികയ്ക്ക് ഒരു ബൊക്ക കൊടുക്കുകയാണ്. താങ്ക് യു സാർ. പിന്നെ ഓരോരുത്തരായി ചന്ദ്രികയ്ക്ക് കൈ കൊടുത്ത് കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ആദ്യം തന്നെ ഗീതയാണ്, പിന്നെ ഓരോരുത്തരായി കൊടുക്കുകയാണ്. എല്ലാവരും ചന്ദ്രികയെ വിഷയമാണ്. അപ്പം മേഘ മാറി നിന്നിട്ട് ചിന്തിക്കുകയാണ്, എല്ലാവരും വിഷ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം വിഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അവളോട് അസൂയാണെന്ന് എല്ലാവർക്കും തോന്നും. എന്തായാലും ചെന്ന് വിഷ് ചെയ്തേക്കാം. കൺഗ്രാറ്റ്സ് ചന്ദ്രിക. താങ്ക്സ് മേഘ. മേഘ അങ്ങനെ പോയി അവിടെ നിന്ന്. മേഘയ്ക്ക് ഉള്ളുകൊണ്ട് വിഷമമുണ്ട്. പിന്നെ ചന്ദ്രിക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മഹേന്ദ്ര സാറും ലക്ഷ്മി അമ്മയും വരികയാണ്. ചന്ദ്രികയെ, എന്താ അമ്മേ? ഒരു മിനിറ്റ്, ഇങ്ങോട്ട് വന്നേ. ആ ചന്ദ്രികയെ, എന്താ അമ്മേ? അപ്പോൾ മഹേന്ദ്ര സാറും വിളിക്കുകയാണ്, വരൂ വരൂ ചന്ദ്രികയെ. വരാനല്ലേ നിന്നോട് പറഞ്ഞത്, വാ. മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ വിളിക്കുകയാണ്, ഏയ് മലർ, നീയും വാ, വാ മോളെ. എന്താ അമ്മേ, എന്താ അമ്മേ ഇതൊക്കെ? ലക്ഷ്മി, കണ്ണടക്കാനാണ് ലക്ഷ്മിയോട് പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മി ചന്ദ്രികയുടെ കണ്ണ് അടക്കുകയാണ് കൈകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മഹേന്ദ്ര സാറ് മലരിൻ്റെ കണ്ണും അടക്കുകയാണ്. എന്തിനാ അമ്മേ കണ്ണു മൂടുന്നത്? പറയാലോ, നടക്ക് നടക്ക്, സൂക്ഷിച്ച് പതുക്കെ നടക്ക്, സൂക്ഷിച്ച് പതുക്കെ, പതുക്കെ പോ, പതുക്കെ. മലർ മോളെ, പതുക്കെ സൂക്ഷിച്ച് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ. രണ്ടുപേരും കണ്ണു തുറന്ന് കാണുന്നത് നല്ലൊരു വണ്ടിയാണ്. നല്ല രീതിയിൽ അലങ്കരിച്ച ഒരു നല്ല പുതിയ വണ്ടിയാണ് കണ്ണു തുറന്നപ്പോൾ ചന്ദ്രികയും മലരും കാണുന്നത്. അപ്പോൾ ചന്ദ്രികയ്ക്ക് സന്തോഷമായി, അതുപോലെ തന്നെ മലരനും. ചന്ദ്രികയ്ക്കും മലരനും വണ്ടി കണ്ട് നല്ല സന്തോഷമായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. മാലതി മുത്തശ്ശിയും മേഘയും വണ്ടി കണ്ട് തരിച്ചു നിൽക്കുകയാണ്, ഷോക്കടിച്ചതുപോലെ. ലക്ഷ്മിയെയും മലരിനെയും കയറ്റി ചന്ദ്രിക വട്ടം കറക്കാണ് വണ്ടിയിൽ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിക്കുകയാണ് ചന്ദ്രികയോട്, അനുവിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? അവൾ സാറിനെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ ഇഷ്ടമില്ലാത്തത്? അത് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. സിദ്ധു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അതാ എന്താന്ന് ചോദിച്ചേ? കാരണമൊന്നും എനിക്കറിയുന്നില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമാണോ? സിദ്ധുവിൻ്റെ വായിൽ നിന്നും അത് കേട്ടപ്പോൾ ചന്ദ്രിക ഷോക്കടിച്ചതുപോലെയായി. അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.